ഇപ്പൊ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധമാണ്. പഠിക്കൂല എന്നുള്ള വാശിയിൽ ഇസയും പഠിപ്പിക്കും എന്നുള്ള വാശിയിൽ ബിനീഷയും. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് എനിക്ക് ബോറടിയായി. ഞാൻ നേരെ പുറത്തോട്ട് പോകാൻ നിർത്താ നമ്മുടെ കുരുത്തും കെട്ടവൻ കാറിന്റെ അടിയിൽ. ഇവനെ വിളിച്ചു വരുത്തി ഇനി ഇവനെ തളച്ചിടാതെ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റൂല. അങ്ങനെ അവനെയും തളച്ചിട്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് പുറത്തോട്ട് പോയി. ഞാൻ പുറത്തോട്ട് ഒറ്റക്ക് പോകുന്നത് അവന് തീരെ ഇഷ്ടമല്ല. കാരണം അവന്റെ ലോകം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളില്ലാതെ അവൻ ഒട്ടും പറ്റൂല. അങ്ങനെ അവനെ തളച്ചിട്ടുകൊണ്ട് ഞാൻ നേരെ പുറത്തോട്ട് പോയി. വണ്ടി എടുത്തോണ്ട് നേരെ പോകുന്നത് നമ്മുടെ അഷ്ടമിച്ചിറക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി തണ്ണിമത്തം കിട്ടും. എവിടെ നിന്നാണ്? നമ്മുടെ സ്റ്റീഫൻ ചേന്റെ കടയിൽ എല്ലാം ഫ്രഷ് സാധനങ്ങളായിരിക്കും. അത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റീഫൻ ചേന്റെ കടയിൽ നിന്ന് ഫുഡുകൾ മേടിക്കാനാണ്. സ്റ്റീഫൻ ചേന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ തൂക്കി കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ മെയിൻ ആൾ വന്നിട്ട് എന്റെ വീഡിയോ എന്താ എടുക്കളെന്ന് ചോദിച്ചു. സ്റ്റീഫൻ ചേന്റെ വൈഫാണ് അവിടെ നിൽക്കുന്നത്. സ്റ്റീഫൻ ചേട്ടനെ കാണാനില്ല. തണ്ണിമത്തിനും കൊണ്ട് ഞാൻ പിന്നെ അവന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അവന്റെ ഒച്ചപ്പാടും ബോളും ഒക്കെ കുറച്ചൊക്കെ അടങ്ങി. ബിനീഷയ്ക്ക് നേരെ ഞാനൊരു തണ്ണിമത്തിൽ ഇട്ട് കൊടുത്തു. പെട്ടെന്ന് എനിക്ക് മുറിച്ച് തരാൻ പറഞ്ഞു. പഠിപ്പിക്കുന്നതിന്റെ ഇടക്കായതുകൊണ്ട് പെട്ടെന്ന് മുറിച്ച് തരാൻ പറ്റില്ല. നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. അത് കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇനി അത് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ വെണ്ടയ്ക്ക അറിയണ പരിപാടിയിലാണ്. ഞങ്ങളുടെ ഷോർട്ട് വീഡിയോ എടുക്കണം. നമ്മുടെ ജോലി നമ്മൾ ചെയ്യാതെ പറ്റില്ലല്ലോ. ഇപ്പൊ ഷോർട്ട് വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇസയാണെങ്കിൽ ഭയങ്കര പഠിക്കൂല എന്നുള്ള ഒറ്റ വാശിയിലാണ് ഇസ നിൽക്കുന്നത്. ബിനീഷ് ആണെങ്കിൽ പഠിപ്പിച്ച് അടങ്ങോളെന്ന് പറയും. തണ്ണിമത്തം കൊണ്ട് റോണോന് കൊടുത്തപ്പോഴത്തേക്ക് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. താൻ പോടോ, ഞാൻ കഴിക്കാത്ത ഫുഡും കൊണ്ടുവന്നു പറഞ്ഞ് അവൻ വഴക്കിട്ട്. ഇസക്ക് പിന്നെ തണ്ണിമത്തനും കൊടുത്ത് പഠിപ്പിക്കലായിരുന്നു ബിനീഷയുടെ ഇന്നത്തെ പരിപാടി.